നോക്കൂ. ഉത്തർപ്രദേശിലെ ബറേലിയിൽ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ പിറന്നാൾ ആഘോഷമാണ് ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ ഭീകര അനുഭവമാക്കി മാറ്റിയത്. ആക്രമണത്തിന്റെ കാരണം ഇത്തവണ ഫുഡൊന്നും അല്ല കേട്ടോ, പക്ഷെ മറ്റേത് ലവ് ജിഹാദ് അതായിരുന്നേ. ഈ പിറന്നാൾ ആഘോഷം ഒരു കഫേയിൽ വെച്ചാണ് നടന്നത്. അങ്ങോട്ടേക്ക് ഇരച്ചു കയറി വന്ന ബജ്രംഗ് ദൾ പ്രവർത്തകർ ചില വിദ്യാർത്ഥികളുടെ മുഖത്ത് അടിക്കുകയും മർദ്ദിക്കുകയും ജയ് ശ്രീറാം മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാം. വിദ്യാർത്ഥിനിയുടെ 2 മുസ്ലിം സുഹൃത്തുക്കളെ ലക്ഷ്യം വെച്ചായിരുന്നു ഈ മർദ്ദനമെല്ലാം. ഇവരുടെ വീട്ടുകാരെ വിളിക്കൂ എന്നൊക്കെ ഒരുത്തം പറയുന്നതും നമുക്ക് വീഡിയോയിൽ വളരെ വ്യക്തമായി കേൾക്കാം. പക്ഷെ സംഭവം കേസായപ്പോൾ സമാധാനം തകർത്തു എന്ന പേരിൽ വിദ്യാർത്ഥിനിയുടെ ഈ 2 മുസ്ലിം സുഹൃത്തുക്കൾക്കും കഫയിലെ ഒരു ജീവനക്കാരനും പിഴയിടുകയാണ് ഉണ്ടായത് ഈ പ്രേംനഗർ പോലീസ്. പിന്നെ ശക്തമായ പ്രതിഷേധം ഉയർത്തിയും കഫേ ഓണറുടെ പരാതിയിലുമൊക്കെയാണ് ചില ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. പക്ഷേ അക്രമത്തിന്റെ പ്രധാനി ന്യായീകരണ വീഡിയോകളൊക്കെ ഇറക്കി ഇപ്പോഴും പുറത്തു തന്നെയാണ് കേട്ടോ. അടുത്ത സ്റ്റോറി പറയാം. അത് ഛത്തീസ്ഗഡിലെ ദുർഗിലുണ്ടായ ഒരു ശവസംസ്കാര തർക്കമാണ്. കണ്ടു നോക്കൂ. ഒരു ക്രിസ്ത്യൻ ദളിത് വയോധികന്റെ മൃതദേഹ സംസ്കാരം പൊതു ശ്മശാനത്തിൽ പറ്റില്ലെന്നാണ് ഈ RSSന്റെ ഭീഷണിയും അതിന്റെ പേരിൽ അക്രമവും. ഹിന്ദു ഭൂമിയിൽ താഴ്ന്ന ജാതിക്കാരുടെ ശവസംസ്കാരം അനുവദിക്കില്ല പോലും. പോലീസും RSSനൊപ്പം തന്നെ നിന്നുട്ടോ. കൂടെ സ്വകാര്യ ഭൂമിയിൽ സംസ്കരിക്കാൻ ഒരു നിർദ്ദേശം കൂടെ കൊടുത്തിട്ടുണ്ട്. 21ാം നൂറ്റാണ്ടിന്റെ ഭാഗമാണ് ഇപ്പോൾ കഴിയുന്നത്. മുസ്ലിമുകൾക്ക് നേരെയുള്ള വർഗീയ ആക്രമണങ്ങളെ ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ നോർമലൈസ് ചെയ്തും കഴിഞ്ഞു. ഇനി ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ ക്രിസ്തുമസ് ആഘോഷങ്ങളെ തുറന്നെതിർക്കുന്ന ഭീഷണിപ്പെടുത്തുന്ന ഒരു കാലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അക്രമങ്ങൾ അടിച്ചുവിടുന്ന ഈ ഹിന്ദുത്വ സംഘടനകൾക്ക് വളക്കൂറുള്ള മണ്ണാക്കി നമ്മുടെ രാജ്യത്തെ ആരാണ് മാറ്റുന്നത്? സ്വയം പരാജയപ്പെടാതിരിക്കാൻ കൺതുറന്ന് കാണൂ, കേൾക്കൂ, മനസ്സിലാക്കൂ. ഭയം തിരഞ്ഞെടുക്കാതെ മനുഷ്യത്വത്തെയും ഭരണഘടനയെയും ബോധപൂർവം തിരഞ്ഞെടുക്കൂ.